നമസ്കാരം. കീഴൂട്ട് വീട്ടിൽ ആർ ബാലകൃഷ്ണപിള്ള ആദ്യം അഭിനയിച്ച സിനിമയുടെ പേര് വെടിക്കെട്ട് എന്നായിരുന്നു. അത് പൊളിഞ്ഞതോടെ ബാലകൃഷ്ണപിള്ള അഭിനയം നിർത്തി. KG ജോർജിൻ്റെ ഇരകളിലൂടെയാണ് ഗണേഷ് കുമാർ സിനിമാ രംഗത്തെത്തിയത്. പക്ഷേ ഇത്ര കാലമായിട്ടും ഗണേശൻ്റെ അഭിനയ പാടവം നേരിട്ട് കാണാനുള്ള ഭാഗ്യം മലയാളി പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടില്ല. 250 പടത്തിലെ വേഷങ്ങൾ നോക്കിയാലും ഗണേശനെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ, കഥാപാത്രങ്ങളെ കാണില്ല. ഗണേശൻ ഇപ്പോൾ ആന മുതലാളിമാരുടെ സംസ്ഥാന പ്രസിഡന്റും 5000 പെണ്ണുങ്ങളുടെ കാമുകനും മാത്രമാണ്. മന്ത്രിപ്പണിയില്ല, MLA പണിയില്ല, എന്തിനേറെ പറയുന്നു താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് പോലും അല്ലാതായി. അതുകൊണ്ട് ഏകാംഗ നാടകത്തിന് ഇപ്പോൾ നല്ല അവസരമാണ്. ഗണേഷ് കുമാർ ലൈവായി മനുഷ്യരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ചങ്ങനാശ്ശേരിയിലിരിക്കുന്ന സുകുമാരൻ നായരുടെ ഭാവഹാവാദികളാണ് ഗണേഷ് കുമാർ തന്മയത്വത്തോടെ അഭിനയിച്ച് കാണിക്കുന്നത്. ഇതുവരെ അഭിനയിച്ചിട്ടുള്ള സിനിമയിലേക്കാൾ നല്ല അഭിനയമായിരുന്നു. സന്ദർശകരെ കാണുമ്പോൾ സുകുമാരൻ നായർ കുനിഞ്ഞിരിക്കുന്നതും തലചൊറിയുന്നതും പരിസരത്താകെ വെറുതെ കുനിഞ്ഞ് തപ്പുന്നതും ക്ണിങ് ക്ണിങ് എന്ന് മണിയടിക്കുന്നതും ചായ കൊടുക്കാൻ പറയുന്നതുമായ രംഗങ്ങളാണ് ഗണേഷ് കുമാർ അഭിനയിച്ച് കാണിച്ചത്. ഗണേശൻ ഇപ്പോൾ സുകുമാരൻ നായർ എന്ന് കേൾക്കുമ്പോഴേ കലിയാണ്. പണ്ട് പിതൃതുല്യനായിരുന്നു. ഷടാ, രാഷ്ട്രീയത്തിലായാലും സമുദായത്തിലായാലും ഒരുത്തൻ പിതൃതുല്യനെന്ന് ആരെ വിശേഷിപ്പിക്കുന്നുവോ നാളെ ആ മനുഷ്യനെ അതേ നാവുകൊണ്ട് പിശാചുമോർനെന്നും ഇത്തിക്കണ്ണിയെന്നും കൊള്ളക്കാരനെന്നും വിളിക്കുന്നത് പതിവായിരിക്കുകയാണ്. പത്തനാപുരത്ത് ഗണേശൻ തുടർച്ചയായി ജയിച്ച കാലത്തെല്ലാം NSSൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു, ആശീർവാദമുണ്ടായിരുന്നു. സുകുമാരൻ നായരുടെ അനുഗ്രഹത്തിനായി ചെന്ന് തല കുനിച്ചു കൊടുക്കുമായിരുന്നു. നീട്ടിത്തരുന്ന കാലിൽ പ്രഭഞ്ജനം കുഴമ്പിട്ട് തിരുമ്മിക്കൊടുക്കുമായിരുന്നു. NSSുമായുള്ള ബന്ധം അവസാനിച്ചതോടെ ഗണേശൻ്റെ കണ്ണിൽ സുകുമാരൻ നായർക്കില്ലാത്ത കുറ്റങ്ങളില്ല. ഇപ്പോൾ നായന്മാരെ നന്നാക്കാൻ നടക്കുകയാണ്, പാവങ്ങളെ മെച്ചപ്പെടുത്തുകയാണ്. ദേവദാരു മരത്തിലെ ഇത്തിക്കണ്ണിയാണ് പോലും സുകുമാരൻ നായർ. അപ്പോൾ ഈ ഗണേശൻ ആരാണ്? ചന്ദനമരത്തിലെ വിഷസർപ്പമെന്ന് നിങ്ങളെ വിളിച്ചാൽ അത് കുറ്റമുണ്ടോ? സകലതും നഷ്ടപ്പെട്ട് ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്ന കാലത്താണല്ലോ ഗണേശന് NSS ഇത്തരത്തിൽ മോശമായതും സുകുമാരൻ നായർ പിഴയായതും. ഇപ്പം പാവം പിടിച്ച നായന്മാരെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്ന ഒരു നായരും സുകുമാരൻ നായരെന്നല്ല ഒരുത്തൻ്റെയും കാലെ പിടിക്കാനും ചൊറിയാനും പോകാറില്ല. കാര്യസാധ്യത്തിന് വേണ്ടി സമുദായത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും പിന്നാലെ നടക്കുന്നവർമാർ എല്ലാം കിട്ടി ബോധിച്ചു കഴിയുമ്പോൾ കുറ്റം പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ ഗണേശ? രാഷ്ട്രീയ ഗുരുത്വം എന്നൊരു സാധനമേ ഈ ഗണേഷ് കുമാറിനുള്ളതായി കണ്ടിട്ടില്ല. 85 വയസ്സുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ എന്ന വയോധികനായ വിപ്ലവകാരിക്ക് കാമഭ്രാന്താണെന്ന് പറഞ്ഞ നെറികെട്ട നാവിൻ്റെ ഉടമയാണ് ഇയാൾ. അപ്പോൾ പിന്നെ ബദ്ധശത്രുവായി മാറിയ സുകുമാരൻ നായരെ വികൃതമായി അനുകരിച്ച് കാണിക്കുന്നതിൽ വല്ല കുറ്റവുമുണ്ടോ? സുകുമാരൻ നായർ തലചൊറിഞ്ഞാലും ശിരോപാളി ഒന്നും ഊരി താഴെ വീടില്ല. നരയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് മനുഷ്യൻ സാധാരണ തലചൊറിയുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഗണേശ് ഒരിക്കലും നരയ്ക്കാൻ സാധ്യതയില്ല. ഗണേശ് പക്ഷേ ആഞ്ഞൊന്ന് ചൊറിഞ്ഞാൽ ശിരോപാളി ഇളകി താഴെ വീണെന്നിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ഒരു വികാരമെന്ന നിലയ്ക്ക് മാത്രമേ ഗണേശൻ്റെ ഈ പ്രസംഗത്തെ കേൾക്കാൻ കഴിയൂ. സുകുമാരൻ നായരോടുള്ള ഭയഭക്തി ബഹുമാനം കൊണ്ടൊന്നുമല്ല ഈ പറയുന്നത്. ഇത്രയും കാലം NSSൻ്റെ വഴിപിഴച്ച പോക്കിനെ ചങ്കൂറ്റത്തോടെ നിന്ന് ചെറുക്കാനും ചോദ്യം ചെയ്യാനും എന്തുകൊണ്ടാണ് ഈ ഗണേഷ് കുമാറിന് കഴിയാതെ പോയത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ സുകുമാരൻ നായർ ഇടപെട്ടതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഗണേശന് ഭാര്യമാരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ വരെ പറഞ്ഞു തീർക്കാൻ സുകുമാരൻ നായർ ഉണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമിയെ NSS വേണ്ട രീതിയിൽ ആദരിക്കുന്നില്ല എന്നൊക്കെയാണ് ഗണേശൻ്റെ പരാതി. ചട്ടമ്പി സ്വാമി സമുദായത്തിൻ്റെ ആത്മീയാചാര്യനും മന്നത്ത് പത്മനാഭൻ സമുദായാചാര്യനുമാണ്. ചട്ടമ്പി സ്വാമി എന്ന് പറയുമ്പോൾ ആളൊരു ചട്ടമ്പിയായിരുന്നു എന്നൊക്കെ ധരിക്കാൻ തക്ക വിവരക്കേട് സുകുമാരൻ നായർക്കുണ്ടോ? NSS പത്മ കഫേ തുടങ്ങിയതാണ് ഗണേശൻ്റെ മറ്റൊരു പരാതി. നായര് മുടിഞ്ഞാൽ കാപ്പിക്കട എന്നാണല്ലോ പഴയ ചൊല്ല്. നാട്ടിലാകെ മനുഷ്യർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു കഫേ തുടങ്ങുന്നതിൽ വല്ല തെറ്റുമുണ്ടോ ഗണേശ? അവിടെയും കുറേ നായന്മാർ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്, കുടുംബം പിഴയ്ക്കുന്നുണ്ട്. പിന്നെ എന്താ പെരുന്നയിൽ 10 ആനയെ വാങ്ങി അങ്ങോട്ട് കെട്ടണോ? ഗണേശൻ്റെ കയ്യിലിരിക്കുന്ന ആനകൾക്ക് ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നൊക്കെ ഒരു വാർത്ത മുൻപ് വനം വകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ നായർക്കില്ലാത്ത എന്ത് വിശ്വാസ്യതയാണ് ഈ ഗണേശനുള്ളത്? അപ്പനൊരു പാർട്ടി ഉണ്ടാക്കി മകന് സമ്മാനിച്ചു. സുകുമാരൻ നായർ സമുദായത്തെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് പോലെ തന്നെയല്ലേ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി മകൻ്റെ സ്വത്തായി മാറിയത്? ഏത് രാഷ്ട്രീയ സമരമാണ് ബാലകൃഷ്ണപിള്ളയുടെ മകൻ മുമ്പിൽ നിന്ന് നയിച്ചിട്ടുള്ളത്? സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം ചെയ്ത് ഗണേശൻ എത്ര തല്ല് വാങ്ങിയിട്ടുണ്ട്?
സമുദായ പ്രവർത്തനവും മക്കൾ രാഷ്ട്രീയവുമെല്ലാം സമൂഹത്തിലെ ചില മനുഷ്യരെ വലിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കൊക്കെ. പ്രതിനിധി സഭയിൽ ചെന്ന് കുനിഞ്ഞുകുത്തി ഇരിക്കാതെ കാര്യങ്ങൾ ആദ്യം മുതലേ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ട് എന്ന തോന്നലിൽ സുകുമാരൻ നായർ നന്നായി പോകുമായിരുന്നു. പക്ഷേ അന്ന് അവിടെ ചെന്ന് വിധേയത്വം കാണിച്ചില്ലെങ്കിൽ നായരുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാൻ ഗണേശനും അച്ഛനും കഴിയാതെ വരുമായിരുന്നു. പത്തനാപുരത്തെ NSSൻ്റെ ഭാരവാഹികളെപ്പറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗണേശൻ നടത്തിയൊരു പ്രസംഗമുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാലുനക്കികളെന്നാണ് അവരെ അദ്ദേഹം ആക്ഷേപിച്ചത്. ഈ മനുഷ്യൻ മാത്രമേ തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പടം വരച്ചുണ്ടാക്കിയതാണ്. ചെയ്തുകൂട്ടിയ അഹങ്കാരങ്ങൾക്കെല്ലാം പലിശ ചേർത്ത് ജനം സമ്മാനം കൊടുത്തു. ഇപ്പോൾ പ്രവർത്തിച്ചു വന്നിരുന്ന സമുദായം മോശം. സുകുമാരൻ നായർ തലചൊറിയുന്നു. ദേവദാരു മരത്തിലെ ഇത്തിക്കണ്ണിയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അഴിമതി കേസിൽ ഒരു രാഷ്ട്രീയ നേതാവ് അകത്ത് പോയി കിടന്ന് അഴി എണ്ണിയത്. അന്ന് ഇടമലയാർ കേസുമായി പോയ അച്യുതാനന്ദനോടുള്ള വിരോധം കൊണ്ടാണ് അദ്ദേഹത്തെ മ്ലേച്ഛമായ വാക്കുകൊണ്ട് ഗണേശൻ ആക്ഷേപിച്ചത്. സുരേഷ് ഗോപിയെപ്പറ്റി പറയാത്ത ആക്ഷേപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി നോമ്പ് കഞ്ഞി വടിച്ചു നക്കി കുടിക്കുന്നതിൻ്റെയൊക്കെ അഭിനയം ഗംഭീരമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കൂടി കൂട്ടുപിടിച്ചിരിക്കുകയാണ്. മന്നത്ത് പത്മനാഭൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയാലേ നായന്മാർക്ക് മോക്ഷം കിട്ടൂ എന്നൊന്നുമില്ല. ആചാര്യനോട് അത്രയേറെ ആദരവും ബഹുമാനവും ഉള്ളവർ എൻ്റെ ജീവിതസ്മരണ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ മാത്രം മതി. ആ ജീവിതം കൺമുമ്പിൽ മിഴിവോടെ വന്ന് നിൽക്കുന്നത് കാണാം. മന്നത്താചാര്യൻ സംഘടനയിൽ ഒരാൾക്ക് അംഗത്വം കൊടുക്കുമ്പോൾ മാത്രമേ ആശങ്കപ്പെട്ടുള്ളൂ. വക്കീലായ മള്ളൂർ ഗോവിന്ദപിള്ള 100 രൂപ അയച്ചു കൊടുത്ത് അപേക്ഷാപൂർവം ചോദിച്ചപ്പോൾ മന്നത്തപ്പൻ ഭയന്നുപോയി. എന്തിനേയും ചോദ്യം ചെയ്യുകയും കലഹിക്കുകയും എതിർത്താൽ കേസിന് പോവുകയും ചെയ്യുന്ന ആളായിരുന്നു ഗോവിന്ദപിള്ള. എന്നാൽ സംഘടനയിൽ അംഗമായതിനു ശേഷം ഒരിക്കൽ പോലും NSS എന്ന പ്രസ്ഥാനത്തിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം എതിരഭിപ്രായം പറഞ്ഞില്ല എന്ന് സമുദായാചാര്യൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോന്നി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മള്ളൂർ ഗോവിന്ദപിള്ളയെ ആചാരപൂർവ്വം NSS എന്ന് വരവേറ്റത്. ഗണേഷ് കുമാറും ഇപ്പോൾ പറയുന്നത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് NSSനെതിരെ ഒന്നും പറയരുതേ എന്ന്. പത്തനാപുരത്തെ 4 നായന്മാരെ വിശ്വാസത്തിലെടുക്കാനും കൂടെ നിർത്താനും കഴിയാതെ പോയ ഗണേശനാണ് ഇനി അഖില കേരള നായന്മാരെ മുഴുവൻ സംഘടിപ്പിക്കാൻ ഇറങ്ങുന്നത്. 5000 കാമുകിമാർക്ക് മുമ്പിൽ ഓടക്കുഴലും മോദി നിന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ ആന ഉടമസ്ഥ സംഘത്തിൻ്റെ പ്രസിഡന്റ് മാത്രമായി അങ്ങ് ചുരുങ്ങിപ്പോയത്. ഭിന്നിച്ച് നിന്ന സഹോദരങ്ങളൊക്കെ അടുത്ത കാലത്ത് ഒന്നിച്ചു ചേർന്നതായി കേട്ടു. നല്ല കാര്യം. കൂടപ്പുറത്തെ ഭാര്യമാർക്ക് ഇതുവരെ ഗണേഷ് കുമാറിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സുകുമാരൻ നായരെ വെച്ചുള്ള കൂടുതൽ അഭിനയ മുഹൂർത്തങ്ങൾക്കായി കേരളത്തിലെ നായന്മാർ സാഗൂതം കാത്തിരിക്കുന്നു.